നമുക്ക് അടിപൊളിയായിട്ട് പൈനാപ്പിൾ ഈസി ആയിട്ട് നമുക്ക് തൊലി കളയാനായിട്ട് നോക്കിയാലോ നമ്മൾക്ക്. അതിന് നമ്മൾക്ക് ഒരു പൈനാപ്പിൾ എടുത്ത് 2 തലയും ചെത്തി കളഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ലൈനായിട്ട് കാണും. നമ്മൾ ചെരിച്ച് പിടിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ ഈ ലൈനിൽ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് പീസായിട്ട് നല്ല പീസായിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് മുഴുവനായി ചെത്തുന്നേക്കാളും ഈസിയാണ് ഇത് ചെത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ട, ഇതേപോലെ ലൈനിൽ ചെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെത്തിയത് മുഴുവനാക്കാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡും വെച്ചിട്ട് ഞാനിതാ ഇങ്ങനെയും ആ ലൈനിൽ തന്നെ വെട്ടിയെടുക്കുക. ഇതേപോലെ നമ്മൾ വെട്ടിയതിന് ശേഷം നമ്മൾക്ക് ഇതാ കത്രിക എടുത്തിട്ട് 4 സൈഡിലും ഇതാ കണ്ട, ഇതേപോലെ നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെട്ടിക്കളയും, ഒരു വേസ്റ്റേജും ഉണ്ടാവില്ല അതിന്. ഇതേപോലെ നമ്മൾ കത്രിക എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് 4 ഭാഗവും നമ്മൾക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതേ പീസ് നമ്മൾക്ക് ഒരു കവറിലിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കുകയോ നോർമലായിട്ട് വെക്കുകയോ എന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് 1-2 പീസ് എടുത്തിട്ട് നമ്മൾക്ക് ഈ ചൂടുള്ള സമയത്തൊക്കെ സുഖമായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെത്തേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ ചെത്തിയാൽ മതി. അപ്പം എല്ലാം പീസാക്കിയിട്ടുള്ള എല്ലാ പൈനാപ്പിളും ഞാൻ ഇതേപോലെ ചെത്താണ് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്യാണ്, ചെത്തല്ല കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾക്ക് റൗണ്ട് പീസാക്കിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് അത് നമുക്ക് 2-3 ദിവസം മാത്രമേ ഇതിരിക്കുള്ളൂ. ഫ്രീസറിലാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു പൈനാപ്പിൾ മേടിച്ച കേടായി പോകണേക്കാളും മുന്നേ നമ്മൾക്ക് ഇങ്ങനെ ചെത്തിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് പറ്റും ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിൻ്റെ തൊലി കളയുന്ന ഒരു രീതി. അപ്പോൾ ഇത് ഇതേപോലെ വട്ടത്തിൽ അത് ശരിക്കും ആ ലൈനിൽ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ്, കട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 2 ലൈനിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ കത്രിക കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നോക്കി നോക്കൂ, എന്തൊരു ഭംഗിയായിട്ട് നമ്മൾക്ക് നല്ല പീസായിട്ട് നമ്മൾക്ക് കിട്ടിയത് കണ്ടോ. ഇനി നമ്മൾക്ക് ഇത് വെച്ചിട്ട് നമ്മൾക്ക് നല്ല ഒരു അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ 2 കഷ്ണം നമ്മളൊരു 4 കഷ്ണം എടുത്താൽ നമുക്ക് നല്ല സൂപ്പർ 2 പേർക്കുള്ള വെള്ളം ഒഴിക്കാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ജ്യൂസ് കിട്ടും കേട്ടോ. ഇതൊരു അടിച്ച് കഴിഞ്ഞാൽ നോക്കി നോക്കൂ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം അതേപോലെ 2 ഗ്ലാസ്സിൽ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾക്ക് 2 ഗ്ലാസ് ജ്യൂസ് കിട്ടും. നോക്കണം കേട്ടോ എല്ലാവരും.